ഹലോ, ദേ വൻപയർ കഴുകി കുക്കറിൽ വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ വൻപയർ ഇട്ടിട്ടുണ്ട്. നമ്മളൊരു പുഴുക്ക് വയ്ക്കാൻ പോവുകയാണ്. സാധാരണ നമ്മൾ പുഴുക്കുണ്ടാക്കണ പോലെയല്ല ഇത്. സാധാരണ നമ്മൾ തിരുവാതിരയ്ക്കാണ് പുഴുക്കുണ്ടാക്കുന്നത്. തിരുവാതിരയുടെ സമയത്ത് ഞാൻ നാട്ടിലുണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ട് പുഴുക്ക് കഴിക്കൽ കുറവാണ്. അപ്പോൾ എന്തായാലും ദേ കായ, ചേമ്പ്, നമ്മളുടെ കിഴങ്ങ്, പിന്നെ കാച്ചിൽ, കപ്പ ഇതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ചൊന്ന് തിളച്ചു. അപ്പോഴേക്കും നമ്മളൊന്ന് വെന്തു. പയറിനത്തിരി വേവുണ്ട്. അപ്പോൾ അതൊന്ന് വെന്ത് കഴിഞ്ഞു. വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ കഷ്ണങ്ങളെല്ലാം കൂടെ കഴുകി വൃത്തിയാക്കി നമ്മൾ കുക്കറിലേക്ക് ഇട്ടു കേട്ടോ. അങ്ങനെ അത് കുക്കറിലേക്ക് ഇട്ട് അത് വേകാനിരിക്കട്ടെ. അപ്പോൾ സാധാരണ ഒരു പുഴുക്കെന്ന് പറയുമ്പോൾ നമ്മൾ മധുരം ഉണ്ടാവാറില്ല. അപ്പോൾ ഇത് കുറച്ച് ജീരകം, നമ്മുടെ ജീരകം, തേങ്ങ, പിന്നെ കുറച്ച് പച്ചമുളക്, ഇവിടെ കാന്താരി ഉണ്ട് നമ്മളുടെ. അപ്പോൾ ഞാൻ കുറച്ച് വേപ്പിലയും, ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ളതാണ് കേട്ടോ. വേപ്പില ആയാലും ചേമ്പായാലും കാച്ചിലായാലും ഒക്കെ ഇവിടുന്ന് പറിച്ചെടുത്താണ്. അപ്പോൾ കുറച്ച് കാന്താരിയും കൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നമ്മളതൊന്ന് ഒതുക്കിയെടുക്കുക. അങ്ങനെ ഒതുക്കിയെടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ പുഴുക്കിന് വെച്ചിരിക്കുന്ന നമ്മളുടെ കൂട്ടിലേക്ക്, അതായത് വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണവും വൻപയറുണ്ട്, അതിലേക്ക് നമ്മൾ ഇട്ടിട്ട് ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇടയ്ക്ക് ഞാൻ പറയാണ്, വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ്, ലൈക്കൊക്കെ തരാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ പുഴുക്കാണ്. സാധാരണ പുഴുക്കുമുണ്ട്, മുളകിട്ട പുഴുക്കുമുണ്ട്, പിന്നെ നമ്മൾ മധുരം ഇട്ടൊരു പുഴുക്കും കൂടിയാണിത്. 2 സൈസുള്ള പുഴുക്കാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ വച്ചിരുന്നതെല്ലാം മിക്സ് ആക്കണം. ഇനി അതൊന്ന് ഉടച്ചു കൂട്ടിയതാണ്. ഇത് സാധാരണ പുഴുക്ക്. ഞാൻ ഇത്തിരി മഞ്ഞൾ കുറവാണ്, സാധാരണ പുഴുക്കാണിത്. അപ്പോൾ അതും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അടപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ശർക്കര ഒന്ന് ചതച്ചെടുക്കുക, ഒന്ന് പൊടിച്ചെടുക്കുക. അതും ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുക. അപ്പോൾ ശർക്കര ഉരുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഈ പുഴുക്കിലേക്ക് നമ്മൾ കുറച്ച് പുഴുക്ക് മാറ്റി വെച്ചിട്ട് അതേ ഉപ്പും എരിവൊക്കെ ഉള്ള ആ പുഴുക്കിലേക്ക് കുറച്ച് ശർക്കര ഇതുപോലെ ഒഴിച്ചാൽ നല്ല മധുര പുഴുക്കായിട്ട് കിട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതും കുറച്ച് ശർക്കര ഒഴിക്കാവുള്ളൂ കേട്ടോ, ഒരുപാട് ഒഴിക്കരുത്. അപ്പം നല്ല എരിവും നല്ല മധുരവും നല്ല ഒരു ജീരകത്തിൻ്റെയൊക്കെ ഒരു ചൊവയും ഒക്കെ കൂടി നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും മധുരപ്പുഴുക്ക് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കാം കേട്ടോ. വളരെ ടേസ്റ്റാണ്, സൂപ്പറാണ്. 2 പുഴുക്കും ഞാൻ കഴിച്ചായിരുന്നു. ഞങ്ങളെന്ന് പറയാനില്ല, ഞാൻ കഴിച്ചായിരുന്നു. അപ്പോൾ 2 പുഴുക്കും വളരെ ടേസ്റ്റാണ്. ഇത് ഞാൻ വളരെ കുറച്ചുണ്ടാക്കിയുള്ളൂ മധുരമുള്ളത്, മറ്റത് കൂടുതലാണ് ഉണ്ടാക്കിയത്. എനിക്ക് ഒരു ദിവസമൊക്കെ ഈ പുഴുക്ക് കൊണ്ട് ഞാൻ കഴിക്കും. എനിക്ക് വേറെ ഭക്ഷണമൊന്നും വേണമെന്നില്ല. അപ്പോൾ വളരെ ടേസ്റ്റ് സൂപ്പറാണ്. വളരെ സൂപ്പറായിട്ടുള്ള ഒരു എന്താ പറയുക, പ്രോട്ടീനൊക്കെ ചേർന്ന നല്ലൊരു ഫുഡാണ്. ചോറ് കഴിക്കേ വേണ്ട നമുക്ക്. അപ്പോൾ ഞങ്ങൾ തിരുവാതിരയ്ക്കൊക്കെ പണ്ട് നോയമ്പെടുക്കുന്ന സമയങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെയാണ് കഴിച്ചിരുന്നത്. ഇതും ഗോതമ്പ് നുറുക്കിൻ്റെ കഞ്ഞിയോ ഉപ്പുമാവോ ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഗോതമ്പ് നുറുക്കിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതാണ് ഇഷ്ടപ്പെട്ടത്, അതുകൊണ്ട് അത് തന്നെയാണ് കഴിച്ചത്. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ബൈ, സീ യു.